എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ധനുഷ്കോടി രാമേശ്വരം റൈഡ് കഴിഞ്ഞ പിന്നെ ഇന്നാണ് ക്യാമറയൊന്ന് കയ്യിലെടുക്കുന്നത്. ഇന്ന് വരുന്നില്ല, നമ്മുടെ ഒരു പതിവ് ഞായറാഴ്ച റൈഡ്. ഇത് ഇന്നിപ്പോൾ ഞാനും ഇന്ന് നമ്മുടെ ടീമിൽ ഞാനും നമ്മുടെ ബെന്നിമാഷും മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സൈക്ലിങ്ങിൻ്റെ ഒരു പ്രത്യേക രസം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ആ ചെറിയ മഞ്ഞും കുളിരും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോഴത്തേ രാവിലെ സൈക്കിൾ എടുത്ത് ഒരു 1.5 മണിക്കൂർ 10-25 അല്ലെങ്കിൽ 35 കിലോമീറ്റർ നമ്മുടെ ഗ്രാമവഴികളിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ അങ്ങ് തിരിച്ചു വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു ചെറിയ പിക്നിക്ക് പോയിട്ട് വന്ന ഒരു മൂഡാണ്. പിന്നെ പോണ വഴിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ട് പ്രഭാത നടത്തക്കാരുണ്ട്, അവർക്കൊരു ചെറിയ ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെ പോകുമ്പോഴല്ലോ ഒരു ഭയങ്കര രസമാണ്. ഇനി തൊടുപുഴയാണെങ്കിൽ ഇങ്ങനെ ചുറ്റും കറങ്ങാനായിട്ട് എന്ത് രസമുള്ള കുറേ സ്ഥലങ്ങളാണെന്നറിയോ. തൊടുപുഴ വന്നിട്ടുള്ളവരും തൊഴിലുകാരോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു 5-8 റൂട്ടുകളുണ്ട് ഇങ്ങനെ പോയിട്ട് ചുറ്റിക്കറങ്ങി വരാനുള്ള. അപ്പോൾ ഓരോ ദിവസവും ഓരോ വഴിയാണ്. അപ്പോൾ അത് ഭയങ്കര രസമാണ്, ബോറടിക്കില്ല, നല്ല രസമായിട്ട് അങ്ങനെ അങ്ങ് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണോ? ആർക്കറിയില്ലാത്ത നമ്മുടെ കോളപ്ര പാലം, മലങ്കര ഡാമിൻ്റെ കുറുകെയുള്ള ഒരു പാലമാണ് കോളപ്ര പാലം. വളരെ ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. പിന്നെ കാണുന്നതാണ് കോളപ്ര ഷാപ്പ്, മറക്കല്ലേ. ഇന്നിപ്പോൾ നമ്മൾ അവിടെ കയറുന്നില്ല, രാവിലെ അല്ലോ, അതിരാവിലെ അല്ലേ, ഉച്ചയാർന്ന് കയറായിരുന്നു. ഓക്കെ, അപ്പം ഇന്നിങ്ങനെ നമ്മളിതിൽ പോയി അതിൽ കൊടയത്തൂർ വഴി കാഞ്ഞാറ് ചെന്ന് പിന്നെ കാഞ്ഞാറ് നിന്ന് ആനക്കയ അഞ്ചിരി അങ്ങനെ ചുറ്റി തൊടുവഴിക്ക് അങ്ങ് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇത് നമ്മളൊരു ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് റൈഡ് ചെയ്ത് സാധാരണ പോകുന്ന റൂട്ടാണ്. ഇന്ന് ഞങ്ങൾ ഇച്ചിരി കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ പോകുന്നുള്ളൂ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ കുഞ്ഞു യാത്ര പക്ഷേ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ വീഡിയോയിലൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. അപ്പോൾ ഈ റൈഡ് തുടങ്ങാം. ഇന്ന് നമ്മുടെ ടീമിൽ ഞാനും നമ്മുടെ ബെന്നിമാഷും ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ റൈഡ് തുടങ്ങട്ടെ. പോവാം. നമുക്കിനി ഇവിടെ നിന്ന് ഈ പാലം ഇറങ്ങി നേരെ പോയി കഴിഞ്ഞാൽ അഞ്ചിരി സൈഡിലേക്ക്, അതായതാണ് കോളപ്ര ഷാപ്പ്. ഭക്ഷണമൊക്കെ നല്ല രസമുണ്ട്, ഇടയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് നേരെ നമുക്ക് തലയനാട് വഴിക്കോട്ട് തിരിയായി. നമ്മൾ ഇപ്പോൾ കടന്നു വന്ന പാലം കണ്ടോ, ഇതൊക്കെ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയകൾ തന്നെയാണ്. ഈ വഴിക്കുള്ളൊരു വലിയ കയറ്റമാണ് അത്, ഇത്തിരി ഉള്ളൂ. എന്നാലും ഇവിടെ നിന്ന് നമുക്ക് വലത്ത് തിരിഞ്ഞു പോകാം. നല്ല ഭംഗിയാണ്. അതിലിങ്ങനെ സൈക്കിൾ പോകുമ്പോൾ എന്ത് രസമാണെന്നറിയോ. പശ്ചാത്തലത്തിൽ കുടയത്തൂർ മല, അതിൻ്റെ മുകളിൽ വീഴ പൂഞ്ചിറ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഡാമിലെ വെള്ളത്തിന് എന്ത് ഭംഗിയാന്ന് നോക്കി, ആ റിഫ്ലക്ഷനും. നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലമാണ്, നല്ല സീനിക്കാണ്. അതുകൊണ്ടായിരിക്കും ഈ സിനിമാക്കാരും സീരിയലുകാരും ഒക്കെ വന്നിട്ട് ഇവിടെ വന്ന് ഭയങ്കര പടം പിടുത്തമാണ് ഈ പാലമൊക്കെ. ഏതൊക്കെ പടത്തിലൊക്കെ ഉണ്ട്, എനിക്ക് അതൊന്നും കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചങ്ങ് മാറുമ്പോഴാണ് അമ്പലം. നല്ല രസമുള്ളൊരു സ്ഥലത്താണ് അമ്പലം ഇരിക്കുന്നത്. അതൊക്കെ കണ്ട് നമുക്കങ്ങനെ പോയിട്ട് കൊടയത്തൂർ ചെന്നിട്ട് നമുക്ക് കാഞ്ഞാറ് വഴിക്ക് അങ്ങനെ കറങ്ങി നമുക്ക് ആനക്കയ അഞ്ചിരി അങ്ങനെ പോകാം. പയ്യെ പോയാൽ മതി, തിരക്കൊന്നുമില്ല. നല്ല മനോഹരമായ സ്ഥലത്ത് അമ്പലം ഇരിക്കുന്നത്. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഇനി നമുക്ക് കുറച്ച് നേരം ഇത്തിരി ഉള്ളൂ, നമുക്ക് ഈ ചെമ്മൺ പാതയിലൂടെ ഡാമിൻ്റെ കരയ്ക്കോടെ പോകാം. നമ്മൾ കോളപ്ര പാലം കയറി ഇക്കരെ ഇറങ്ങി, ആ പാലം കയറി അപ്പുറം ഇറങ്ങാം.
കുടയത്തൂർ പാലമാണ്. നല്ല സൂപ്പർ ലൈറ്റിങ്. ഞങ്ങൾ കുടയത്തൂർ വന്ന് കയറി. നമ്മൾ കാഞ്ഞാറ് കൂടെ കടന്നു പോകണം. കാഞ്ഞാർ മലങ്കര ഡാമിലേട്ടാണ് ചേരുന്നത്. ഇടത്ത് തിരിഞ്ഞ് ആനക്കയം വഴി അഞ്ചിരി വഴി നമുക്ക് തൊഴിലേക്ക് തിരിച്ചു പോകാം. ഡാമിൻ്റെ കരയ്ക്കൊന്ന് ഇറങ്ങിപ്പോയിട്ട് പോവാം. കുടയത്തൂർ മല ഇലവീഴ പുഞ്ചിരയ്ക്ക ഞാൻ മേലെ കാണും. അവിടെ നമുക്കൊരു ദിവസം പോവാം. അതാണോ ഈ ആനക്കയം പാൽ? നല്ല രസമാണ്. ഇനി അങ്ങ് ചെല്ലുന്തോറും നമ്മുടെ അഞ്ചിരി പാടശേഖരങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. എന്താണ് ആനക്കയം? തെക്കും ഭാഗം പ്യൂറാണ്. ഒരു പഞ്ചായത്ത് കുളമാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ ഒരു മിനിറ്റ് ഇരിക്കുന്നു. ഇപ്പോൾ നല്ല വെയിലായി. ഒത്തിരി നേരം ഇരിപ്പൊന്നും നടക്കില്ല. പോയേക്കാം. ഇതാണ് അഞ്ചിരി കവല. ഒരു ടീം പോകണമല്ലോ. ഇതിൻ്റെ കരയ്ക്ക് അഞ്ചിരി ഷാപ്പ്. അവിടെ കയറി മധുരം വല്ലതും ഉണ്ടോന്നൊന്ന് നോക്കാം. അപ്പോൾ ചൂടത്ത് ഒരു ഗ്ലാസ് മധുരം അങ്ങ് പിടിപ്പിച്ചൊന്ന് തണുപ്പിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഈ പാടശേഖരം? പണ്ട് ഈ തൊടുപുഴ ഈ മേഖലയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ കരകളുടെ ഇടയ്ക്ക് മനോഹരമായ പാടശേഖരങ്ങളായിരുന്നു. അതൊക്കെ പിന്നെ എല്ലാവരും ഉള്ള നെടുകയും കുറുകയും കാന കീറി റബ്ബറും വെച്ച് കന്നാരയും വെച്ച് ഉള്ള വെള്ളവും ഒഴുക്കിക്കളഞ്ഞ് ഇപ്പോൾ ബോർവെൽ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെങ്കിലും ഈ പ്രദേശത്തുള്ള കുറേ കർഷകരെല്ലാം കൂടെ ഈ പാടശേഖരങ്ങൾ ഇപ്പോഴും മനോഹരമായിട്ട് ഈ കൃഷിയായിട്ടിങ്ങനെ
മുമ്പോട്ട് പോകുന്നുണ്ട്. അതിലവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അത് ഒരുപക്ഷെ പലപ്പോഴും ഒരു ലാഭകരമായിട്ടായിരിക്കില്ല പണ്ട് ഇത് കൊണ്ടുവരുന്നിട്ടുള്ളത്, ഇതിനോടുള്ള പാഷൻ കൊണ്ടാവാം. എനിവേ അവർക്ക് എല്ലാവിധത്തിനും അഭിനന്ദനങ്ങളും നന്ദിയും പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കും. പിന്നെ ഈ മനോഹരമായ ഈ പാടശേഖരത്തിൻ്റെ ഈ നടുക്ക് വെച്ചെന്ന ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുക. ഇനി നമ്മളിവിടുന്ന് നേരെ കാരിക്കോട് വഴി തൊടുപുഴയ്ക്ക് അങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് വന്നതിലും കണ്ടതിലും സന്തോഷം. ഇനി വീണ്ടും ഒരു ചെറിയ കൊച്ചു യാത്രയൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.